കുറച്ച് കിട്ടേ? വേണ്ട, കുറച്ച്. ആ ദേ വരുന്നു. നീ എന്തീ കാണിക്കുന്നേ? ജീവിതത്തിൽ ഇന്നേവരെ ചിക്കൻ കാല് കാണാത്ത പോലെ. ചിക്കൻ കാലൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അതുപോലത്തെ ഒരു കാല് ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. എന്റെ ഈശ്വര, കാല് കൊള്ളാലേ. കൊള്ളാം. ഒരല്പം മൂപ്പ് കൂടുതലാണോ എന്നൊരു സംശയം. കടിച്ചിട്ടങ്ങ് മുറിയണില്ല. നല്ല മൂപ്പ. അയ്യോ. നീ ഇപ്പോഴാ പെണ്ണെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക? അതല്ലടാ, ഏത്? അവളൊന്നും മുഖത്തേക്ക് പോലും നോക്കണില്ലല്ലോ. അതെ, കുറച്ച് നേരമായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക. എന്താ ഉദ്ദേശം? എന്തുദ്ദേശം? എന്തായാലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കുട്ടി അല്ല അത്. അതിന് ചേട്ടനെ എങ്ങനെ അറിയാം? ചേട്ടന്റെ ബന്ധത്തിലോ സ്വന്തത്തിലോ ഉള്ള കുട്ടി അങ്ങനെ ആണോ? അത് ആണെങ്കിൽ അല്ലല്ലോ, അല്ലേ? എന്റെ ആരും അല്ല. ആ, എന്നാ ചേട്ടൻ കേട്ടോ, ഇവളല്ല, ഇവളുടെ അപ്പുറത്തെ വളവരെ ഞങ്ങൾ വളച്ചിട്ടുണ്ട്. താനോ? ഞാനല്ല, എന്റെ ഇപ്പുറത്തിരിക്കണ എന്റെ കൂട്ടുകാരൻ. ഭയങ്കര റൊമാൻറ്റിക്കാണ് ഇവൻ. ചേട്ടനറിയോ, ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറുക്കുകയോ ചെയ്താൽ ആ പെണ്ണ് ഇവന്റെ വലയിൽ വീണിരിക്കും. എന്തിന്? കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നുള്ള ചരിത്രമുണ്ട്. എന്താടാ, എന്താ പ്രശ്നം? ഒന്നുമില്ലടാ, ആ ചേട്ടൻ വിചാരിക്കണതേ നമ്മളിത് ആ പെണ്ണിനെ വളക്കാനിരിക്കണെന്നാ. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലാതില്ല. പക്ഷെ എങ്ങനെ? ആ, എനിക്കും. പക്ഷെ എങ്ങനെ? അവൾ ഈ ചുറ്റുപാടും നോക്കണ പോലുമില്ല. അവള് നോക്കൂല്ലെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇപ്പൊ ശരിയാക്കി തരാം. 1 2 3. What nonsense are you doing? അതിന് ഞാൻ ചെയ്തു. താനൊന്നും ചെയ്തില്ലേ? താനല്ലേ പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചിക്കറി വലിച്ചത്? ഞാനോ? നീ അനാവശ്യം പറയരുത്. തന്റെ നോട്ടം കണ്ടോ അറിയാം, താൻ തന്നെയാ ചെയ്തത്. അയ്യോ, എന്റെ ചേച്ചിമാരെ, ഇവനോ ഞാനോ ഒന്നും അല്ലാതെ ചെയ്തത്. ഇയാൾ തന്നെയാ ചെയ്തത്. കുട്ടി കരുതുന്ന പോലെ ഇയാളല്ല ചെയ്തത്. ഞാൻ കണ്ടതാ. ഇവനാ ഡെസ്കിന്റെ അടി കൂടെ ഇറച്ചി കഷ്ണം കൊടുത്ത് ആ കുട്ടിയുടെ ദേഹത്തേക്ക് എറിയുന്നത്. ചേട്ടാ, വെറുതെ അനാവശ്യം പറയരുത്. സത്യം പറയടാ, നീ എങ്ങനെയാണോ? എടാ, അത് ഞാൻ അതെ, എന്താ പ്രശ്നം? ഇതൊരു കല്യാണ വീടല്ലേ? നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഇയാൾ ആ കുട്ടിയുടെ ദേഹത്തേക്ക് ഇറച്ചി കഷ്ണം എടുത്തിട്ടു. അയ്യോ, സത്യമായിട്ട് ഞാനല്ല. അതെ, കുട്ടി ഏതാ? സിംഗപ്പൂരിലെ ഇമാനുവലിന്റെ മോളാ. ഓ, സിംഗപ്പൂരിൽ നിന്ന് വന്ന മാനുവലിന്റെ മോളാണല്ലേ? എന്താ മിസ്റ്റർ ഇത്? നിങ്ങൾ ചെറുക്കൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറിയാൽ അവർക്കല്ലേ അതിന്റെ മോശം? അല്ല, നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത് കേട്ടോ? ചെറുക്കന്റെ ആൾക്കാരാ. ചെക്കൻ്റെ ആക്കാനോ? ഞാൻ ചെറുക്കൻ്റെ അപ്പനാ. നിങ്ങളെ മനസ്സിലായില്ല? അല്ല, ഈ ചെറുക്കന്റെ ആൾക്കാരെന്ന് പറഞ്ഞ ഞങ്ങൾ ഈ പെണ്ണിന്റെ ആൾക്കാരായിട്ട് വരും. പെണ്ണിന്റെ ആര്? ഞാൻ പെണ്ണിന്റെ അപ്പനാ. കുഴപ്പമായോ? പെണ്ണിന്റെ ആരാണെന്നാ ചോദിച്ചത്? അല്ല, അത് പിന്നെ ഈ പെണ്ണിന്റെ ഫ്രണ്ട്സ് അല്ലേ? ഫ്രണ്ട്സ്. എന്താ, നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇല്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. എന്നാലും ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിച്ചൊട്ടും ശരിയായില്ല കേട്ടോ. നല്ല വിഷമമുണ്ട്. അതെ, ഒട്ടും ശരിയായില്ല. നിങ്ങൾ എങ്ങനെ പോകാൻ വരട്ടെ? മോളെ, ഒന്നിങ്ങി വന്നേ. അവിടെ ഇങ്ങോട്ട് വന്നതിന് ശേഷം തീരുമാനിക്കാൻ കാര്യങ്ങൾ. മൊത്തം കൊള്ളാമെന്ന് തോന്നണേ. ആ പെണ്ണും ചെക്കനും വരുന്നുണ്ട്. എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടേ പറ്റൂ. മോളെ, നിനക്ക് ഇവരെ അറിയോ? നിന്റെ ഫ്രണ്ട്സ് ആണെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, എനിക്കറിയില്ല. എടീ വഞ്ചകി, നിനക്ക് ഞങ്ങൾ അറിയില്ലല്ലേ? ഇന്നൊരുത്തൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയപ്പോ നിനക്ക് ഞങ്ങൾ ആരുമല്ലാണ്ടായി. എന്നറിയില്ലെങ്കിൽ വേണ്ട, പക്ഷേ എന്തിനു? ഇവനറിയില്ലെന്ന് നീ പറഞ്ഞ ദൈവം പോലും നിന്നോട് പൊറുക്കില്ലടി, പൊറുക്കില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എന്താണ് അപ്പൊ ഇതൊക്കെ? നിർത്തണേ നിന്റെ അഭിനയം. 5-6 കൊല്ലം നീ നിക്കണ എന്റെ പാവം കൂട്ടാനെ സ്നേഹിച്ച് നടന്നിട്ട് നീ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ പറയും. 5-6 കൊല്ലം ഇവനെ സ്നേഹിച്ച് നടന്നിട്ട്
അവസാനം ഒളിച്ചോടി പോകാമെന്ന് പറഞ്ഞ് നീ വന്നപ്പോ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചിട്ട് നമുക്കൊരു ജീവിതം വേണ്ടാന്ന് പറഞ്ഞപ്പോ ആ ദേഷ്യത്തിന് ആ വാശിക്കല്ലടി ഈ മണഗുണ അഞ്ചിനും പെട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചത്. ഇപ്പൊ നിനക്ക് ഇവൻ അറിയില്ല അല്ലടേ. മനു നിനക്ക് പ്രാന്തായ എന്റെ മോളെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമാണോ അല്ലേന്നുള്ളത് ഞാൻ തെളിയിച്ചു തരാടോ. എന്നാ നീ തെളിയിക്കണ? ഞാനല്ല നിങ്ങളൊരു ശുദ്ധ മനസ്സിലുടമയാണ്. അയ്യോ അതെപ്പോഴായിരുന്നു? നിങ്ങൾ ഒരിക്കലും ചതിക്കപ്പെടാൻ പാടില്ല. അത് പാടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ തെളിവ് തരാം. മനു നീ എന്ത് പിണ്ണാക്ക് തെളിവ് കൊടുക്കാൻ പോണത്? ഞാൻ ആ തെളിവ് കൊടുക്കും. എന്ത് തെളിവ്? കല്യാണ പെണ്ണിന്റെ വലത്തെ മുട്ടുകാലിന് മുകളിൽ ഒരു ചെറിയ കറുത്ത മറുകുണ്ട്. ഇതൊക്കെ ഞാനെങ്ങനെ അറിഞ്ഞെന്നായിരിക്കും. ഒരു കൂട്ടുകാരനും മറ്റൊരു കൂട്ടുകാരനോടും യാതൊരു രഹസ്യവും മറച്ചു വെക്കാറില്ല. അതാണ് സൗഹൃദം. സംശയം ഉണ്ടെങ്കിൽ ചെക്കൻ്റെ അപ്പന് പൊക്കി നോക്കാം. അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് എന്റെ കാര്യം. ഇനിയിപ്പോ എന്താ ഏയ് ചെയ്യാ? അത് സാരമില്ല. എന്നാലും അത് ശരിയല്ലല്ലോ. അല്ല എവിടെ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. എന്റെ പേര് മേഴ്സിന്ന. മേഴ്സി ചേച്ചി. ഞാനിവിടെ ഗേൾസ് സ്കൂളിലെ ടീച്ചറാണ്. ഓ മേഴ്സി ടീച്ചർ. നീ അറിയോരെ? ഇതൊക്കെ എത്ര അറിയാൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ സുധി. ഇവന്റെ ഭാര്യയുടെ പേര് ആൻസി എന്നാട്ടോ. എന്റെ പേര് മനു. ഇവ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേര് സരിതാണ്. ഇത് എവിടെയെങ്കിലും കൊണ്ട് ചേഞ്ച് പിടിച്ചിട്ടോ? ഞാൻ തന്നെ പോയാലേ ചെയ്തിട്ടുള്ളൂ. നിനക്ക് പോയാലോ? അല്ല ചേഞ്ച് വാങ്ങണമെന്നില്ല. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ വരും. ചേട്ടൻ്റെ ഉണ്ടാവും ക്യാഷ്. ഹസ്ബൻഡ് എവിടെ പോയതാ? ഇവിടെ അടുത്ത് ഒരിടം വരെ പോയതാ. ക്ലാസ് കഴിഞ്ഞ് ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി എന്നാ ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ വരും. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. എടുക്കുന്നില്ല. ചിലപ്പോ ഡ്രൈവിംഗിലായിരിക്കും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അപ്പൊ പറഞ്ഞ നീ കേട്ടില്ലേ എന്ത്? ഡ്രൈവിംഗിലാണെന്ന്? പിന്നെ ചോദിക്കാൻ എന്താ എത്ര? ഒന്ന് പോടാ. ടീച്ചറെ ഹസ്ബൻഡ് എന്താ വർക്ക്? ബിസിനസ്സാ. ആ ആ ദേ ചേട്ടൻ വന്നു. ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇവൻ. ചേട്ടനറിയോ, ഇവനൊരു പെണ്ണിനെ നോക്കി ഒന്ന് ചിരിക്കുകയോ ഒന്ന് കണ്ണിറുക്കുകയോ ചെയ്താൽ ആ പെണ്ണ് ഇവന്റെ വലയിൽ വീണിരിക്കും. എന്തിന് കല്യാണം കഴിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾ വരെ ഇവന്റെ കൂട്ടത്തിൽ ഇറങ്ങി വന്നുള്ള ചരിത്രമുണ്ട്. ഹലോ ചേട്ടാ. അപ്പൊ ഇതാണല്ലേ നിന്റെ സ്പെഷ്യൽ ക്ലാസ്? യവനെ എനിക്ക് നന്നായിട്ട് അറിയാം. വാടി ഇങ്ങോട്ട്. നിന്നെ ഇന്ന് ഞാൻ ശരിയാക്കി തരാം. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്ത്? അവരെനിക്ക് കാശ് തന്നില്ല. അത് ശരി. അപ്പൊ നീ ഇങ്ങനെയും കാശുണ്ടാക്കി തുടങ്ങിയില്ലേ? അതല്ല, ഞാനൊന്ന് പറയട്ടെ. നീ ഒന്നും പറയണ്ടടി. കേക്കണ നോക്കി പേടിപ്പിക്കണോ? വാ 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 വാ.